ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് റെഡ് ടൈൽ ജയന്റ് ഗോരാമികളുടെ ജെൻഡർ എങ്ങനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാണുന്ന ടാങ്കിൽ മെച്യൂർ ആയിട്ടുള്ള കുറച്ച് അഡൾട്ട് സൈസ് റെഡ് ടൈൽ ജയന്റ് ഗോരാമികൾ കിടക്കുന്നുണ്ട്. അവർ ഈ സൈഡിൽ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കാം. ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ക്വിക്കായിട്ട് എല്ലാ പോയിന്റ്സും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ട്രൈറ്റ് താഴെ നിൽക്കുന്നത് കണ്ടില്ലേ, നല്ല ബ്രൈറ്റ് റെഡ് കളർ ടെയിലുള്ളത്, ഇത് മെയിലാണ്. അപ്പോൾ മെയിലുകൾക്ക് സൈസും കൂടുതലായിരിക്കും. നിങ്ങൾക്ക് തൊട്ടടുത്ത് ഫീമെയിലുകൾ നിൽക്കുന്നുണ്ട്. ബാക്കിൽ ഇവിടെ കാണാം, ആ സ്ട്രൈറ്റ് ബാക്കിൽ നിൽക്കുന്നത് ഫീമെയിലുകൾ തന്നെയാണ്. ഇതിൽ മെയിലുകളുടെ ടെയിലാണ് നല്ല ബ്രൈറ്റ് റെഡ് കളറിൽ കാണുന്നത്. ഫീമെയിലുകളുടെ ആ ഒരു ടെയിലിന് അത്രയും റെഡ് കളർ ഇല്ല, ചെറിയ റെഡ് കളർ മാത്രമാണ് ഉള്ളത്. പിന്നെ ഒരു മേജർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, സൈസും കുറവാണ്. അതായത് മെയിലുകൾക്ക് സൈസ് കൂടുതലാണ്, അവിടെ ആ സൈഡിൽ നിൽക്കുന്ന ഫീമെയിലുകൾക്ക് സൈസ് കുറവാണ്. കണ്ടില്ല, ആ ഗ്രൂപ്പ് നിൽക്കുന്നത് മെയിലും ഫീമെയിലും ആണ്. മെയിലുകളാണ് വലിയ സൈസ് വിത്ത് റെഡ് ടെയിൽ, നല്ല ബ്രൈറ്റ് റെഡ് കളർ ഉള്ളത്. മറ്റവർ സൈസ് കുറവാണ്, അതുപോലെ തന്നെ ടെയിലിന് റെഡ് കളറും കുറവാണ്. ഈ റെഡ് ടെയിലിൻ്റെ ഇടയ്ക്കൂടെ വേറെ മീനുകളും കിടന്ന് നടക്കുന്നുണ്ട്. ഈ പരൽ പോലെയൊക്കെയുള്ള വലിയ സൈസ് കുളങ്ങളിലൊക്കെ കാണുന്ന മീനുകൾ, അതുപോലെ തന്നെ മുഷി ഇനത്തിൽപ്പെട്ട മീനുകളൊക്കെ അവിടെ കിടന്ന് നടക്കുന്നുണ്ട്. ഈ റെഡ് ടെയിലിൻ്റെ ഇടയ്ക്കൂടെ കിടന്ന് നടക്കുന്നുണ്ട്. ഈ റെഡ് ടൈൽ ജയന്റ് ഗോരാമികൾ ഡിഫറൻറ്റ് സ്പീഷീസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓസ്ഫ്രോണോമസ് ലാക്ടിലാവിയസ് എന്ന് പറഞ്ഞ സ്പീഷീസ് ആണ്. അതേസമയം ഓസ്ഫ്രോണോമസ് ഗൊറാമി എന്ന് പറഞ്ഞ സ്പീഷീസിന് കീഴിൽ വരുന്നതാണ് നമ്മുടെ സാധാരണ ബ്ലാക്ക്, ആൽബിനോ, പിങ്ക് വെറൈറ്റികളെല്ലാം. ഈ ആൽബിനോ, പിങ്ക്, ബ്ലാക്കിനൊന്നും നമുക്ക് കളർ നോക്കിയിട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയം റെഡ് ടൈലുകളിൽ നമുക്ക് അത്യാവശ്യം കളർ നോക്കിയിട്ടും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രൈറ്റ് റെഡ് കളർ വരുന്നത് മെയിലുകൾക്കാണ്, ഫീമെയിലുകൾക്ക് റെഡ് കളർ കുറവായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് സൈസാണ്. കണ്ടില്ല, ആ രണ്ട് മെയിലിന് നല്ല സൈസ് വരുന്നുണ്ട്, തൊട്ടടുത്ത് നിൽക്കുന്ന ഫീമെയിലുകൾക്ക് സൈസ് കുറവാണ്. ഇനി നമ്മൾ കാണിക്കുന്ന ഈ ഒരു വീഡിയോ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള 4 റെഡ് ടൈൽ ജയന്റ് ഗോരാമികളാണ്. നമ്മൾ ഈ ഫാമിൽ നിന്ന് മുമ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ക്ലിപ്പ് നമ്മൾ ഇപ്പോൾ എടുത്തതല്ല, കുറച്ച് നാൾ മുമ്പ് വാട്ടർ ചേഞ്ച് ചെയ്ത് എടുത്തതാണ്. ഇപ്പോൾ ഇവരുടെ സൈസൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഈ ഒരു സൈസിലൊന്നും നമുക്ക് അങ്ങനെ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്യാവശ്യം ഇവരുടെ ആ ഒരു വാലിൽ റെഡ് കളർ കയറി വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 ഇഞ്ച് സൈസൊക്കെ ആവേണ്ടി വരും. ആ ഒരു സൈസ് ആകുമ്പോഴൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. മിനിമം ഒരു 6 ഇഞ്ച് 7 ഇഞ്ചൊക്കെ ആയി കഴിഞ്ഞാലാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാവേണ്ടി വരും ചിലതൊക്കെ. അതായത് നമ്മുടെ മറ്റ് സ്പീഷീസ്, മറ്റ് വെറൈറ്റികൾ നമ്മൾ പറഞ്ഞു, അതായത് പിങ്ക്, ആൽബിനോ, ബ്ലാക്ക് ഒക്കെ, അവരുടെ തലയുടെ മുകൾ ഭാഗത്ത് ഒരു ഹമ്പ് ഉണ്ടായിരിക്കും, നല്ല വലിയ ഹമ്പായിരിക്കും. അതുപോലെ തന്നെ കീഴ്ച്ചുണ്ട് നന്നായിട്ട് തടിച്ചിരിക്കും. ഇതൊക്കെയാണ് സാധാരണ പറയാറുള്ള ഐഡൻറ്റിഫിക്കേഷൻ. അത് മെയിലിനെ ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഫീമെയിലുകൾക്ക് തലയുടെ മുകൾ ഭാഗത്ത് വലിയൊരു വലിയ സൈസിലുള്ള ഹമ്പ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ കീഴ്ച്ചുണ്ട് വല്ലാതെ തടിച്ച് പുറത്തേക്ക് തള്ളി നിൽക്കില്ല. എങ്കിലും ചെറിയ രീതിയിൽ ഉണ്ടായിരിക്കും ഫീമെയിലുകൾക്ക്. മെയിലുകൾക്കായിരിക്കും അധികമായിട്ട് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അധികമായിട്ട് കാണപ്പെടുന്നത്. പിന്നെ വരുന്നത് സൈസ്. മറ്റ് വെറൈറ്റികളിലും സൈസ് വരാറുണ്ട്. മെയിലുകൾക്ക് തന്നെയാണ് സൈസ് കൂടുതൽ വരുന്നത്, ഫീമെയിലുകൾ കുറച്ച് സൈസ് കുറവായിരിക്കും. ഈ സൈസ് നോക്കിയൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം മെച്യൂർ ആയിട്ടുള്ള അഡൾട്ട്സ് ആയിരിക്കണം. അല്ലാതെ യങ് അഡൾട്ട്സിലൊന്നും ചിലപ്പോൾ സൈസ് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചെറിയ വ്യത്യാസമൊക്കെ ആയിരിക്കും സൈസിൽ മെയിലും ഫീമെയിലും തമ്മിലൊക്കെ വരുന്നത്. നല്ല മെച്യൂർ ആയിട്ടുള്ള അഡൾട്ട് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൈസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും മെയിലും ഫീമെയിലും തമ്മിൽ. മെയിൽ നല്ല സൈസ് ഉണ്ടായിരിക്കും, ഫീമെയിൽ ചിലപ്പോൾ പകുതി അല്ലെങ്കിൽ 3/4 ഭാഗമൊക്കെ സൈസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ തലയിൽ കാണുന്ന ഹമ്പും അതുപോലെ തന്നെ തടിച്ച പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കീഴ്ച്ചുണ്ടും ഇവർക്കും ഉണ്ടാവാറുണ്ട്. ഈ റെഡ് ടൈലുകൾക്കും ആ സംഭവമുണ്ട്. പക്ഷേ മറ്റ് വെറൈറ്റികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവർക്കത് കുറവാണ്. അത്യാവശ്യം നന്നായി സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. മെയിലുകൾക്ക് തലയിൽ ഹമ്പ് ഉണ്ടായിരിക്കും, ഫീമെയിലിനേക്കാൾ വലിയ ഹമ്പായിരിക്കും. അതുപോലെ തന്നെ കീഴ്ച്ചുണ്ട് തടിച്ച് പുറത്തേക്ക് ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കും, തള്ളി നിൽക്കും. പിന്നെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത വാലിൽ വരുന്ന ബ്രൈറ്റ് റെഡ് കളർ മെയിലുകൾക്ക്, അതുപോലെ മെയിലുകൾക്ക് സൈസും കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് കൂട്ടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ റെഡ് ടൈലുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം മറ്റ് വെറൈറ്റികൾക്ക് ഇങ്ങനെ റെഡ് ടൈൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, കളർ നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല. സൈസും അതുപോലെ തന്നെ തലയിൽ വരുന്ന ഹമ്പും അതുപോലെ തന്നെ തടിച്ച ചുണ്ടും മാത്രമാണ് മറ്റ് വെറൈറ്റികൾക്ക് വരുന്നത്. ഇവർക്ക് അഡീഷണൽ ആയിട്ട് ഈ റെഡ് ടൈലിൻ്റെ ആ ഒരു ബ്രൈറ്റ് റെഡ് കളറും കൂടി വരുന്നുണ്ട് മെയിലുകൾക്ക്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് സാധ്യത കൂടുതലാണ് മെയിലുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. പക്ഷേ ചെറിയ സൈസിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കുറച്ച് സൈസ് ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിപ്പോൾ മറ്റ് വെറൈറ്റികളിലാണ് അങ്ങനെ തന്നെയാണ്. പക്ഷേ റെഡ് ടൈലുകൾക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കുറച്ചൊന്ന് കാത്തിരുന്നാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതായത് മിനിമം ഒരു 6 ഇഞ്ചൊക്കെ ആവേണ്ടി വരും, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് 7 ഇഞ്ച് 8 ഇഞ്ചൊക്കെ ആവേണ്ടി വരും. അപ്പോൾ ഈ ജയന്റ് ഗോരാമികളിൽ റെഡ് ടൈൽ ജയന്റ് ഗോരാമികളൊക്കെ നമ്മൾ ഈ പറഞ്ഞ മാർഗ്ഗങ്ങൾ വെച്ച് നമുക്ക് ഈസി ആയിട്ട് മെയിലിനെയും ഫീമെയിലിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓസ്കാറുകളുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈസിയാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കാണിച്ച ആ ഒരു വലിയ സൈസ് ടാങ്ക് ഇല്ലേ, അതിനകത്ത് കിടന്നിരുന്ന വലിയ സൈസ് ജയന്റ് ഗോരാമികൾ, അതെല്ലാം നമ്മൾ ജയന്റ് ഗോരാമികളെ വാങ്ങുന്ന കളപ്പുരയ്ക്കൽ ജയന്റ് ഗോരാമി ഫാമിലെ മീനുകളാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ചെറിയ സൈസ് 4 എണ്ണം നമ്മൾ ഈ ഫാമിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റെഡ് ടൈൽ ജയന്റ് ഗോരാമികളെ എല്ലാ ഫാമുകളിലും നാച്ചുറലായിട്ട് ബ്രീഡായി കിട്ടാറില്ല. ഇവിടെ സെയിൽ ചെയ്യുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ബ്രീഡായിട്ട് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പീസുകളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.